തൃശ്ശൂർക്കാർക്ക് മടുപ്പില്ല, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. അത് വെടിപ്പായിട്ട് കൊടുക്കും ചെയ്യും, അതായത് നല്ല പോലെ. കാന്താ ഞാനും പോരാ തൃശ്ശൂർ പൂരം കാണാൻ, കാന്താ ഞാനും പോരാ തൃശ്ശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പാടിക്കോ. പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പൂരത്തിനൊന്ന് പോകണം കാന്ത. കാന്ത ഞാനും പോരാ തൃശ്ശൂർ പൂരം കാണാൻ. അല്ല, മിനിസ്റ്റർ പാടാൻ വേണം. നമുക്ക് അന്ന് വാക്ക് തന്നതാണ് കഥാപ്രസംഗം കലാകാരൻ ഒരിക്കൽ കൂടി ഉണർത്താൻ വാക്ക് തന്നു. പിന്നീട് ഒരിക്കൽ ഒരു കഥാപ്രസംഗം ഒരു രണ്ടുപേര് ആ കഥാപ്രസംഗത്തിൽ അന്നത്തെ ഓർമ്മകൾ ഒരു വരി അത് നടത്തി. അതിന് ഗംഭീരായി, അതിന് പരിസമാപ്തിക്ക് ഭയങ്കര സംസാരിക്കാൻ തുടങ്ങിയല്ലേ, നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. കേരള കോളേജിലെ മിനിസ്റ്ററുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒന്ന് ചെറുതായിട്ടുള്ളൂ, സാറ് വരും സംസാരിക്കും, അത് കേട്ടിരിക്കും നമ്മളിങ്ങനെ. അതെ, ഒരു ഒഴുക്കാണ്. അതൊരു എന്താന്ന് പറയില്ലേ, ഒരു കഴിവാണ്. അതൊരു കാര്യം ഞങ്ങളൊക്കെ വിലയിരുത്തുന്നതാണ്. ഈ മന്ത്രിസഭയിൽ പ്രസംഗ കലയിൽ കെ രാജന് വെല്ലാൻ ഇന്നും ഒരാളില്ല. ഉള്ളിൽ തട്ടുന്നതാണ് പ്രസംഗം. നമ്മുടെ കുട്ടികളുടെ പ്രസംഗവേദിയിൽ ഞാൻ പോയി, കുട്ടികളൊക്കെ പുതിയതായിട്ട് നന്നായി ആർജിച്ചെടുത്ത് പുതിയൊരു ശൈലി രൂപീകരിക്കുന്നുണ്ട്. ഇന്നലെ ഒരു നമ്മുടെ സിയ ഫാത്തിമയുടെ വര കാണാൻ പോയ നേരത്ത് ഒരു ചെറിയ കുട്ടി വെങ്കടങ്ങിലെ ഏനമാവ് സ്കൂളിൽ പഠിക്കുന്നതാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം മന്ത്രിയുടെ അടുത്തൊരു കാര്യം നടത്താൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. എന്നോട് കുഞ്ഞ് അപ്പം എന്നോട് ചോദിച്ചു, എന്താ കാര്യം ചോദിച്ചു. അർജുൻ പാണ്ഡ്യനൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. വളരെ കൂളായിട്ട്, 6ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നുള്ളൂ. അപ്പം ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോളെ. അപ്പൊ പറഞ്ഞു, എനിക്ക് കളക്ടർ ഒന്ന് കാണണം, ചില കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ടാണ്. ഞാൻ അപ്പൊ തന്നെ ഫോൺ വിളിച്ചു കൊടുത്തു, അർജുനായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ. അപ്പൊ ആ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് IAS ആവണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. കുട്ടികളുടെ മനസ്സിലൊക്കെ ലോകത്തെ കുറിച്ചിട്ട് പല വിധത്തിലുള്ള സങ്കല്പങ്ങളുണ്ട്. നേരത്തെ ജോപ്പോൾ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടുന്നതാണ് നമ്മുടെ ഒരു കല. ഈ കലോത്സവത്തിന്റെ ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ള പ്രവൃത്തി എത്ര മനോഹരമായിട്ടാണ് അവർ നിർവഹിക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളും ഹരിത കർമ്മസേനയും അവരൊക്കെ എടുക്കുന്ന പണി കാണാത്ത പണിയാണ് യഥാർത്ഥത്തിൽ. ഈ കലോത്സവം ഉത്തരവാദ കലോത്സവം എന്ന് പറഞ്ഞപ്പോൾ ഉത്തരവാദം കുട്ടികളെ ചൂരിലെടുത്ത് പഠിപ്പിക്കാനല്ല, നമ്മൾ തന്നെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ്, മേയർ പുലർച്ചെ 5:45 കണ്ട് നാടകം അവതരിപ്പിച്ച ആളാണ്. ആ ഗതികേട് ഇത്തവണ ഉണ്ടായില്ല. സാധാരണ സ്കൂൾ കലോത്സവങ്ങളുടെ ആദ്യത്തെ പ്രശ്നം, ആദ്യ ദിവസം ഇത്തിരി വൈകി തുടങ്ങിയപ്പോൾ പിന്നത്തെ ആദ്യ പോയിന്റ് മുതൽ ഞാനും ശിവൻകുട്ടി മിനിസ്റ്ററും ഞങ്ങളെല്ലാവരും ഓരോ പോയിന്റിൽ തലേദിവസം പോയിരുന്ന് ആലോചിച്ച് പിന്നെ എല്ലാ പരിപാടികളിലും കൃത്യനേരത്ത്. ഞാൻ 3 ദിവസം മുമ്പ് അത്ഭുതപ്പെട്ടു. 7:15 1ാം വേദിയിലെ പരിപാടി കഴിഞ്ഞു. ആളുകൾ നിരാശരായി. ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, 10 മണി വരെയെങ്കിലും ഇത് ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ പണി കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ ഉത്തരവാദ കലോത്സവം എല്ലാവരുടെയും ഉത്തരവാദിത്തം തന്നെ നിറവേറ്റു. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നന്നായി നിറവേറ്റി. ഇന്ന് മോഹൻലാൽ വരുന്ന വാർത്ത, വൈകുന്നേരം 4 മണിയോടുകൂടി മോഹൻലാൽ വരുന്ന വാർത്ത മാധ്യമങ്ങൾ ആദ്യ കുറച്ച് ദിവസം കൊടുക്കാഞ്ഞത് നന്നായി, ഇപ്പോൾ കൊടുത്തത് നന്നായി. ആളുകൾക്ക് ഫ്രഷായിട്ട് വരാൻ പറ്റുന്ന ഒരു ചാൻസ് അല്ലേ. അപ്പോൾ ഒരു കലാപൂരത്തിൻ്റെ ഞങ്ങളൊക്കെ പറയും, രാവിലെ ഉപചാരം ചൊല്ലി പിരിയലാണ്. നെയ്തലക്കാവ് ഭഗവതി വന്നിട്ട് ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് കിടന്ന് പൂരവിളംബരം നടത്തി കഴിഞ്ഞാൽ പിന്നെ വെടിക്കെട്ടിൻ്റെയും അന്ന് പകൽ 12 മണിയോടുകൂടി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വന്ന് ഉപചാരം ചൊല്ലി പിരിയലാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ചടങ്ങ്. അതുപോലെ ഇന്ന് ഉപചാരം ചൊല്ലുമ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാൻ കുട്ടികൾ വർദ്ധിത വീര്യത്തോടെ 117 പവൻ ഭാരമുള്ള കപ്പും കണ്ട് കുട്ടികൾ ഒരു പുതിയ കാലത്തിലേക്ക്